ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങളെ ആഴത്തിൽ വായിച്ച് മനസ്സിലാക്കാനും പഠനവിധേയമാക്കാനും നാം എവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നെസ് ടിവിയുടെ മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. പഴയ നിയമത്തിലെ ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെയുള്ള ഒരു തീർത്ഥാടനമാണല്ലോ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി പഴയ നിയമ ചരിത്ര ഗ്രന്ഥങ്ങളിലെ അവസാനത്തെ ഗ്രന്ഥം മക്കബായരുടെ പുസ്തകത്തിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. മക്കബായരുടെ 2 പുസ്തകങ്ങളാണ് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളത്. 1 മക്കബായരും 2 മക്കബായരും. അതിൽ മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം വായിച്ച് വ്യാഖ്യാനിച്ച് കൊണ്ട് നമ്മൾ കടന്നു പോവുകയാണ്. മക്കബായരുടെ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൽ പ്രധാനമായിട്ടും നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കപ്പെടുന്ന വ്യക്തി അക്കാലത്തെ രാജാവും സെലൂസിഡ് രാജവംശജനുമായിരുന്ന ക്രൂരനായിരുന്ന അഹങ്കാരിയായിരുന്ന ഒരു രാജാവിൻ്റെ കഥയാണ്. അയാളുടെ പേര് അന്ത്യോക്കസ് എപ്പിഫാനസ് 4 എന്നായിരുന്നു. വളരെ ഔദ്ധത്യം നിറഞ്ഞ മനുഷ്യൻ. മറ്റ് മതങ്ങളുടെ ആചാര അനുഷ്ഠാനങ്ങളിൽ അനാവശ്യമായി കൈകടത്തുകയും അവർ വിശുദ്ധമെന്ന് കരുതിയിരുന്നവയെല്ലാം അശുദ്ധമാക്കുകയും ചെയ്തവൻ. യഹൂദർ പവിത്രമായി കണ്ടിരുന്ന, വിശുദ്ധമായി കണ്ടിരുന്ന അവരുടെ ദേവാലയം, ജെറുസലേമിലെ ദേവാലയം, ആ ദേവാലയത്തെ അയാൾ കൊള്ളയടിച്ചു. ആ ദേവാലയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത് പുരോഹിതന്മാർ മാത്രം പ്രവേശിക്കുന്ന ഇടത്ത് അയാൾ കയറി ചെല്ലുകയും ആ ദേവാലയത്തെ അതിലുണ്ടായിരുന്ന അമൂല്യങ്ങളായിരുന്ന സ്വർണം കൊണ്ടും മറ്റമൂല്യ രത്നങ്ങൾ കൊണ്ടുമൊക്കെ നിർമ്മിക്കപ്പെട്ടിരുന്നവയെല്ലാം അയാൾ കൊള്ളയടിച്ച് കൊണ്ടുപോവുകയും ചെയ്തു. ഇത്തരത്തിൽ ജെറുസലേം ദേവാലയത്തെ അന്ത്യോക്കസ് എപ്പിഫാനസ് എന്ന സെലൂസിഡ് രാജാവ് കൊള്ളയടിച്ചിട്ട് ഇപ്പോൾ 2 വർഷങ്ങൾ കടന്നുപോയിരിക്കുകയാണ്. ഈ 2 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അന്ത്യോക്കസ് എപ്പിഫാനസ് വലിയ ഒരു മതമർദ്ദനം ഇസ്രായേൽ ജനത്തിൻ്റെ നേരെ, യൂദയായിലെ നിവാസികളുടെ നേരെ അഴിച്ചുവിടുകയാണ്. യൂദാ നഗരങ്ങളിൽ, ജെറുസലേം ഉൾപ്പെടെയുള്ള യൂദാ നഗരങ്ങളിൽ കടുത്ത മതമർദ്ദനം ഈ രാജാവ് അന്ത്യോക്കസ് എപ്പിഫാനസ് അഴിച്ചുവിടുന്നതിനെ സംബന്ധിച്ചുള്ള ചരിത്രം നമുക്ക് തുടർന്നുള്ള വചനഭാഗങ്ങളിൽ വായിക്കാം. മക്കബായരുടെ പുസ്തകത്തിൻ്റെ 1-ാം പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 29 മുതൽ 40 വരെയുള്ള തിരുവചനങ്ങളിലാണ് യൂദാ നഗരങ്ങളിൽ ഇയാൾ നടത്തിയ കടുത്ത മതമർദ്ദനത്തെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത്. ഈ സമയം നിങ്ങളും നിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥം ഒന്ന് കയ്യിലെടുത്ത് നമുക്കൊരുമിച്ച് ഈ വചനഭാഗം വായിക്കാം. തീർച്ചയായും ദീർഘമായ ഒരു വചനഭാഗമാണ്. അതുകൊണ്ട് ഒരുമിച്ച് വായിക്കുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾക്ക് വ്യക്തത കിട്ടാനായിട്ട് അത് ഉപകരിക്കും. മക്കബായരുടെ 1-ാം പുസ്തകം 1-ാം അധ്യായം 29 മുതൽ 40 വരെയുള്ള തിരുവചനങ്ങൾ. 2 വർഷങ്ങൾക്ക് ശേഷം രാജാവ് തൻ്റെ കപ്പം പിരിവുകാരിൽ പ്രമുഖനായ ഒരുവനെ യൂദാ നഗരങ്ങളിലേക്ക് അയച്ചു. വലിയൊരു സൈന്യവുമായി
അവൻ ജെറുസലേമിലെത്തി. അവൻ ചതിവായി അവരോട് സമാധാനത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ചു. അവർ അവനെ വിശ്വസിച്ചു. എന്നാൽ അവൻ പെട്ടെന്ന് നഗരം ആക്രമിച്ച് കനത്ത ആഘാതമേൽപ്പിക്കുകയും അനേകം ഇസ്രായേൽക്കാരെ നശിപ്പിക്കുകയും ചെയ്തു. അവൻ നഗരം കൊള്ളയടിച്ചു, അതിനെ അഗ്നിക്കിരയാക്കി. അതിലെ വീടുകളും നഗരഭിത്തികളും തകർത്തു. അവർ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും തടവുകാരാക്കി, കന്നുകാലികളെ കവർച്ച ചെയ്തു. ഉറപ്പുള്ള വലിയൊരു മതിലും ബലമേറിയ ഗോപുരങ്ങളും പണിത് ദാവീദിൻ്റെ നഗരത്തെ അവർ സുശക്തമാക്കി. അത് അവരുടെ സങ്കേതമായി തീർന്നു. ദുഷ്ടരും അധർമ്മികളുമായ ഒരു വിഭാഗം ആളുകളെ അവർ അവിടെ താമസിപ്പിച്ചു. അവർ അവിടെ നിലയുറപ്പിച്ചു. അവർ ആയുധങ്ങളും ഭക്ഷ്യപദാർത്ഥങ്ങളും ജെറുസലേമിൽ നിന്ന് ശേഖരിച്ച കവർച്ച വസ്തുക്കളും അവിടെ സംഭരിച്ചു. അങ്ങനെ അവർ ഒരു കെണിയായി. അത് വിശുദ്ധ സ്ഥലത്തെ ആക്രമിക്കാനുള്ള ഒളി സ്ഥലമായി മാറി. ഇസ്രായേലിനെ നിരന്തരം അലട്ടുന്ന ദുഷ്ടപ്രതിയോഗിയും വിശുദ്ധ സ്ഥലത്തിന് ചുറ്റും അവർ നിഷ്കളങ്ക രക്തം ചിന്തി. വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കുക പോലും ചെയ്തു. ജെറുസലേം നിവാസികൾ അവരെ ഭയന്ന് ഓടിപ്പോയി. അവൾ വിദേശീയരുടെ വാസസ്ഥലമായി പരിണമിച്ചു. സ്വസന്താനങ്ങൾക്ക് അവൾ അന്യയായി. സ്വന്തം മക്കൾ അവളെ ഉപേക്ഷിച്ചു. അവളുടെ വിശുദ്ധ സ്ഥലം മരുഭൂമിക്ക് തുല്യം വിജനമായി. തിരുനാളുകൾ വിലാപദിനങ്ങളായി മാറി. സാബത്തുകൾ പരിഹാസ വിഷയമായി. അവളുടെ കീർത്തി അപമാനിക്കപ്പെട്ടു. അപകീർത്തി മുൻ മഹത്വത്തിനൊപ്പം അവളെ ചുറ്റി നിന്നു. അവളുടെ ഔന്നത്യം വിലാപത്തിന് വഴിമാറി. ജെറുസലേം ദേവാലയം ആക്രമിച്ചിട്ട് 2 വർഷങ്ങൾ കഴിയുന്നു. ഈ 2 വർഷങ്ങൾക്ക് ശേഷം രാജാവ് തൻ്റെ കപ്പം പിരിവുകാരിൽ പ്രമുഖനായ ഒരുവനെ യൂദാ നഗരങ്ങളിലേക്ക് അയച്ചു. അവൻ വലിയൊരു സൈന്യവുമായി ജെറുസലേമിലെത്തി. അവൻ ചതിവായി അവരോട് സമാധാനത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ചു. അവർ അവനെ വിശ്വസിച്ചു. അന്ത്യോക്കസ് എപ്പിഫാനസ് രാജാവിൻ്റെ സൈന്യാധിപൻ ജെറുസലേമിൽ എത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അയാൾ ജെറുസലേമിൽ തങ്ങുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം. ജെറുസലേമിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥാനം ആണ് അതിനുള്ള കാരണം. ജെറുസലേം നഗരത്തിനൊരു പ്രത്യേകതയുണ്ട്. ജെറുസലേം നഗരത്തിൽ ഒരാൾ സൈന്യവുമായി കൂടാരമടിച്ചാൽ ഈജിപ്തിൽ നിന്ന്, അതായത് ജെറുസലേമിൻ്റെയും തെക്ക് ഉള്ള ഈജിപ്തിൽ നിന്നുമുള്ള ഏത് സൈനിക ആക്രമണവും തടയാൻ ഇയാൾക്ക് സാധിക്കും. അതിനുവേണ്ടിയാണ് ഈ ശത്രു സൈന്യം ജെറുസലേം നഗരത്തെ സൈനികമായി ബലപ്പെടുത്തുന്നത്. ഒരുപക്ഷെ ഈ വചനം വായിക്കുമ്പോൾ നമ്മൾ ഓർക്കും, എന്തുകൊണ്ടാണ് ഈ നഗരത്തിൽ അവർ ഉറപ്പുള്ള വലിയൊരു മതിലും പണിത് ബലമേറിയ ഗോപുരങ്ങളും പണിത് ദാവീദിൻ്റെ നഗരത്തെ അവർ സുശക്തമാക്കി എന്ന് പറയുന്നത്? ശത്രുക്കൾ എന്തിനാണ് ദാവീദിൻ്റെ നഗരത്തെ സുശക്തമാക്കുന്നത്? അതിനുള്ള ഉത്തരം വളരെ കൃത്യമാണ്. ദാവീദിൻ്റെ നഗരമായിരുന്ന ജെറുസലേം അവർ പിടിച്ചെടുത്തു. ഈ പിടിച്ചെടുത്ത സ്ഥലം യുദ്ധത്തിന് സ്ട്രാറ്റജിക്കലി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്.
തെക്ക് ഭാഗത്തു നിന്നുള്ള എല്ലാ യുദ്ധത്തിൻ്റെ സാധ്യതകളെയും തടയാൻ അവിടെ നിന്ന് മുന്നൊരുക്കങ്ങൾ നടത്താൻ അവർക്ക് സാധിക്കുമായിരുന്നു. അങ്ങനെ ജെറുസലേം നഗരത്തെ സൈനികമായി ബലപ്പെടുത്തി ഉറപ്പുള്ള മതിലുകൾ പണിത് ബലമേറിയ ഗോപുരങ്ങൾ പണിത് ദാവീദിൻ്റെ നഗരത്തെ സുശക്തമാക്കിക്കൊണ്ട് അവർ അവരുടെ സങ്കേതം പണിയുകയാണ്. ഇത് ഒരിക്കലും യഹൂദരോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് ആ നഗരത്തെ അവരുടെ സൈനിക താവളമായിട്ട് അവരുപയോഗിക്കുകയാണ്. ഇത് ഇസ്രായേൽ എന്ന ചെറു രാജ്യത്തിൻ്റെ രാഷ്ട്രീയവും സൈനികവുമായ വലിയ പ്രാധാന്യത്തെ കുറിക്കുന്നതാണ്. ഇതിനു മുൻപുള്ള ചരിത്രകാലത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ ഈ സ്ഥലത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം പോലും സൈനിക നീക്കങ്ങൾക്കും വ്യാപാരത്തിനും എല്ലാം വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് ഇന്നും നമ്മളിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും ഇസ്രായേൽ എന്ന കൊച്ചു രാജ്യത്തിൻ്റെ ഭൂമിക്ക് വേണ്ടി ലോകരാഷ്ട്രങ്ങൾ തന്നെ പിടിമുറുക്കുന്നത്. ഇസ്രായേൽ എന്ന കൊച്ചു രാജ്യത്തിൻ്റെ മേൽ അധീശത്വം സ്ഥാപിക്കാൻ വേണ്ടി ലോകത്തിലെ വൻ ശക്തികൾ പോലും ശ്രമിക്കുന്നതിനുള്ള കാരണം ആ സ്ഥലത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ ഒരു പ്രത്യേകത കൂടിയാണ്. ഏതായാലും ജെറുസലേം നഗരത്തിൻ്റെ ശാക്തീകരണം ഈ ശത്രുക്കൾ മാത്രമല്ല നടത്തുന്നത്. പിന്നീട് രണ്ടാം പുസ്തകത്തിന് മക്കബായരുടെ രണ്ടാം പുസ്തകത്തിലേക്ക് വരുമ്പോൾ പ്രധാന പുരോഹിതനായ ജാസൻ എന്ന യഹൂദനും ഒരു ഇത്തരത്തിൽ ജെറുസലേം നഗരത്തിൻ്റെ ശാക്തീകരണം നടത്തുന്നതിനെക്കുറിച്ച് നമ്മൾ മക്കബായരുടെ പുസ്തകത്തിൻ്റെ രണ്ടാം പുസ്തകത്തിൻ്റെ 5-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അന്ത്യോക്യസ് എപ്പിഫാനസ് മരിച്ചു എന്ന ഒരു വ്യാജ വാർത്ത കേട്ടിട്ടാണ് ജാസൻ അപ്രകാരം ചെയ്തത്. അന്ത്യോക്യസ് അന്തരിച്ചു എന്നൊരു വ്യാജ ശ്രുതി പരന്നു. ജാസൻ 1000-ൽ കുറയാത്ത സൈന്യത്തെ ശേഖരിച്ച് നഗരത്തിൽ മിന്നലാക്രമണം നടത്തി. അവൻ കോട്ടയിൽ സ്ഥാനമുറപ്പിച്ചിരുന്ന സേനയെ തോൽപ്പിച്ച് നഗരം പിടിച്ചടക്കി മെനലാവൂസ് കോട്ടയിൽ അഭയം തേടി. അപ്പോൾ ഈ ജാസൻ്റെ കാലത്ത് ഈ കോട്ടയിൽ താമസിച്ചിരുന്ന ആളുകളെ കീഴ്പ്പെടുത്താനായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ ആ ശ്രമവും പിന്നീട് ആത്യന്തികമായി പരാജയപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ അന്ത്യോക്യസ് എപ്പിഫാനസിൻ്റെ സൈന്യാധിപൻ ജെറുസലേം നഗരത്തിലേക്ക് കടന്നു വരുന്നു. ആദ്യം അവൻ വലിയ സമാധാനത്തിൻ്റെ വക്താവ് എന്ന രീതിയിൽ സ്വയം ഈ ജനത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നു. ജനം അവനെ വിശ്വസിക്കുന്നു. പക്ഷെ അവൻ ചതിവിലൂടെ ആ നഗരത്തെ പിടിച്ചടക്കുന്നു, ആ നഗരത്തെ സുശക്തമാക്കുന്നു, അവരുടെ സൈനിക സങ്കേതമാക്കി മാറ്റുന്നു. അതിൻ്റെ ഫലമായി അനന്തരഫലമായി വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കപ്പെടുന്നു. 1 മക്കബായർ 1:36 നമ്മൾ വായിക്കുന്നു, അത് വിശുദ്ധ സ്ഥലത്തെ ആക്രമിക്കാനുള്ള ഒളിസ്ഥലമായി മാറി. 37 വിശുദ്ധ സ്ഥലത്തിന് ചുറ്റും അവർ നിഷ്കളങ്ക രക്തം ചിന്തി വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കുക പോലും ചെയ്തു. അപ്പോൾ നിരന്തരം അന്ത്യോക്യസ് എപ്പിഫാനസ് 4-ാമൻ എന്ന രാജാവിൻ്റെ കാലത്ത് ജെറുസലേം എന്ന വിശുദ്ധ നഗരവും വിശുദ്ധ ദേവാലയവും എല്ലാം അശുദ്ധമാക്കപ്പെടുകയാണ്. ജനം പരിത്യക്തരാവുകയാണ്. ജെറുസലേം നിവാസികൾക്ക് ജെറുസലേമിൽ താമസിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ സംജാതമാവുകയാണ്. സ്വന്തം നഗരങ്ങളിൽ പ്രവാസികളെപ്പോലെ ജീവിക്കേണ്ട ഗതികേടിലേക്ക് ജനം പോവുകയാണ്. പലരും ജെറുസലേം നഗരം വിട്ട് വനാന്തരങ്ങളിലേക്ക് മറ്റു മലമുകളിലേക്കെല്ലാം കുടിയേറ്റം നടത്തുകയാണ്, പ്രവാസികളായി പോവുകയാണ്. ഇത്തരത്തിൽ വലിയ ക്രൂരമായ മർദ്ദനം ഈ നാട് ഏറ്റുവാങ്ങുന്നതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. അടുത്തതായി ഈ ജനത്തിൻ്റെ മേൽ മറ്റൊരു അശനിപാതം പോലെ രാജകൽപ്പന വരികയാണ്.
എന്താണ് ആ രാജകൽപ്പന? ഇസ്രായേൽ ജനം മോശയുടെ കാലം മുതൽ ദൈവദത്തമായി അവർക്ക് നൽകപ്പെട്ടിരുന്ന എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവസാനിപ്പിക്കണം. ഇസ്രായേൽ ജനത്തിൻ്റെ അസ്തിത്വത്തെ പോലും നിർവചിക്കുന്നത് ഇത്തരത്തിൽ ദൈവദത്തമായി അവർക്ക് നൽകപ്പെട്ടതും അവർ വിശുദ്ധവും പവിത്രവുമായി ആചരിച്ചു പോന്നിരുന്നതുമായ ആചാരാനുഷ്ഠാനങ്ങളാണ്. ആ ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് രാജാവ് കൈകടത്തുന്നതിൻ്റെ രാജശാസനങ്ങൾ പുറപ്പെടുവിക്കുന്നതിൻ്റെ ചരിത്രമാണ് തുടർന്നു വരുന്ന 41 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. നമുക്ക് ആ വചനഭാഗം ഒന്ന് വായിക്കാം. മതനിരാസത്തിനുള്ള രാജശാസനങ്ങൾ, മക്കബായുടെ 1-ാം പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 41 മുതൽ 51 വരെയുള്ള തിരുവചനങ്ങൾ. സ്വന്തം ആചാരങ്ങൾ ഉപേക്ഷിച്ച് എല്ലാവരും ഒരു ജനതയായി തീരണമെന്ന് രാജാവ് രാജ്യത്തെങ്ങും കൽപ്പന വിളംബരം ചെയ്തു. വിജാതീയരെല്ലാം രാജകൽപ്പന സ്വാഗതം ചെയ്തു. ഇസ്രായേലിൽ നിന്ന് പോലും വളരെ പേർ അവൻ്റെ ഇംഗിതം സസന്തോഷം സ്വീകരിച്ചു. അവർ വിഗ്രഹങ്ങൾക്ക് ബലി സമർപ്പിക്കുകയും സാബത്ത് അശുദ്ധമാക്കുകയും ചെയ്തു. രാജാവ് ജെറുസലേമിലേക്കും യൂദാ നഗരങ്ങളിലേക്കും ദൂതന്മാർ വശം കത്തുകൾ അയച്ചു. സ്വന്തം നാടിന് അന്യമായ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ അവൻ ആജ്ഞാപിച്ചു. വിശുദ്ധ സ്ഥലത്ത് ദഹനബലികളും പാനീയ ബലികളും ഇതര ബലികളും അവൻ നിരോധിച്ചു. സാബത്തുകളും തിരുനാളുകളും അശുദ്ധമാക്കണമെന്നും വിശുദ്ധ സ്ഥലത്തെയും പുരോഹിതന്മാരെയും കളങ്കപ്പെടുത്തണമെന്നും വിഗ്രഹങ്ങൾക്ക് ബലിപീഠങ്ങളും ക്ഷേത്രങ്ങളും കാവുകളും നിർമ്മിക്കണമെന്നും പന്നികളെയും അശുദ്ധ മൃഗങ്ങളെയും ബലിയർപ്പിക്കണമെന്നും അവൻ കൽപ്പിച്ചു. പരിച്ഛേദനം നിരോധിച്ചു. അവർ നിയമം വിസ്മരിക്കുകയും ചട്ടങ്ങൾ വികലമാക്കുകയും ചെയ്യേണ്ടതിന് അവിശുദ്ധവും മലിനവുമായ എല്ലാവിധ പ്രവൃത്തികളിലും ഏർപ്പെട്ട് തങ്ങളെ തന്നെ നികൃഷ്ടരാക്കണമെന്നും അവൻ നിർദ്ദേശിച്ചു. രാജകൽപ്പന അനുസരിക്കാത്ത ഏവനും മരിക്കണം. ഇങ്ങനെ അവൻ രാജ്യത്തെങ്ങും വിജ്ഞാപനം ചെയ്തു. എല്ലാ ജനങ്ങളുടെയും മേൽ പരിശോധകരെ നിയമിച്ചു. യൂദായിലെ നഗരങ്ങൾ തവണ വെച്ച് ബലിയർപ്പിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു. മതനിരാസത്തിനുള്ള രാജശാസനങ്ങൾ നൽകപ്പെടുകയാണ്. ജെറുസലേമിൽ, യഹൂദൻ്റെ പുണ്യഭൂമിയായ ജെറുസലേമിൽ വിജാതീയ ആചാരങ്ങൾ നിർബന്ധപൂർവം നടപ്പിലാക്കാനും ഇതിനെ ചെറുത്തു നിൽക്കുന്ന സകല യഹൂദരെയും കൊന്നൊടുക്കാനും അന്ത്യോക്കസ് എപ്പിഫാനസ് തീരുമാനിച്ചു. ഇവിടെ യഹൂദരോടുള്ള വിരോധം എന്നതിനേക്കാൾ തൻ്റെ വിശാലമായ സാമ്രാജ്യത്തിലെ എല്ലാ ആചാരങ്ങളെയും വിശ്വാസ സംഹിതകളെയും ഒക്കെ തനിക്കിഷ്ടമുള്ള വിധം ഏകീകരിക്കുക എന്ന ലക്ഷ്യം കൂടി അന്ത്യോക്കസ് എപ്പിഫാനസിന് ഉണ്ടായിരുന്നു. തൻ്റെ സാമ്രാജ്യം, ഒരു സാമ്രാജ്യം, ഒരു മതം, ഒരേ ആചാര അനുഷ്ഠാനങ്ങൾ. BC 175 മുതൽ 164 വരെ ഈ നാട് ഭരിച്ച അന്ത്യോക്കസ് എപ്പിഫാനസ് യഹൂദ മതത്തെ നശിപ്പിക്കാനും യഹൂദ ജനതയെ നിർബന്ധിതമായി യവനവൽക്കരണം നടത്താനും ഹെലനൈസ് ചെയ്യാനും ശ്രമിച്ചു. ഇതിൽ ദേവാലയം കൊള്ളയടിക്കൽ,
യഹൂദ മതാചാരങ്ങൾ നിരോധിക്കൽ, വിശുദ്ധമായവയെല്ലാം അശുദ്ധമാക്കൽ, അതിൻ്റെ ഭാഗമായി ദേവാലയത്തിൽ പോലും പന്നികളെ ബലിയർപ്പിക്കൽ തുടങ്ങിയ അതിക്രൂരമായ നടപടികൾ ഉണ്ടായിരുന്നു. യഹൂദരുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യാനായി അവരുടെ വിശ്വാസ സംഹിതകളെ മാത്രമല്ല പരിച്ഛേദനം എന്ന പ്രവൃത്തിയെയും അവൻ നിരോധിച്ചു. വിശുദ്ധ സ്ഥലത്ത് പാനീയ ബലികളും ദഹനബലികളും ഇതര ബലികളും അവൻ നിരോധിച്ചു. സാബത്തുകളും തിരുനാളുകളും അശുദ്ധമാക്കണമെന്നും വിശുദ്ധ സ്ഥലത്തെയും പുരോഹിതന്മാരെയും കളങ്കപ്പെടുത്തണമെന്നും വിഗ്രഹങ്ങൾക്ക് ബലിപീഠങ്ങളും ക്ഷേത്രങ്ങളും കാവുകളും നിർമ്മിക്കണമെന്നും പന്നികളെയും അശുദ്ധമൃഗങ്ങളെയും ബലിയർപ്പിക്കണമെന്നും അവൻ കൽപ്പിച്ചു. പരിച്ഛേദനം നിരോധിച്ചു. ചുരുക്കത്തിൽ നമ്മൾ ഈ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അന്ത്യോക്യസ് എപ്പിഫാനസ് ചെയ്ത നിരവധി മതമർദ്ദന മതനിരാസ പ്രവർത്തനങ്ങളെ നമ്മൾ കാണുകയാണ്. പ്രധാനമായിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് അന്ത്യോക്യസ് എപ്പിഫാനസ് നാലാമൻ ഇസ്രായേൽക്കാർക്കെതിരെ, ജെറുസലേമിനെതിരെ, ദേവാലയത്തിനെതിരെ ചെയ്തത് എന്ന് ഒറ്റനോട്ടത്തിലൊന്ന് മനസ്സിലാക്കാം. BC 169 കാലഘട്ടത്തിൽ അയാൾ ജെറുസലേം ദേവാലയം കൊള്ളയടിച്ചു. അവിടെ ഉണ്ടായിരുന്ന വിലപിടിപ്പുള്ള വസ്തുവകകൾ എടുത്തുകൊണ്ടുപോയി സ്വന്തമാക്കി. 2 വർഷത്തിന് ശേഷം വീണ്ടും അയാളുടെ സൈന്യാധിപൻ കടന്നു വരുന്നു. 167 ആണ്ടിൽ ഇക്കാലത്ത് യഹൂദ മതാചാരങ്ങൾ നിരോധിച്ചു. 167 ആണ്ടിൽ തന്നെ ദേവാലയം അശുദ്ധമാക്കി ദൈവമായ കർത്താവിന് സമർപ്പിതമായ ദേവാലയം ഗ്രീക്ക് ദേവനായ സേവൂസിന് സമർപ്പിച്ചു. ഇയാളുടെ കാലത്ത് നിരവധി യഹൂദ ആചാരങ്ങൾ നിരോധിക്കപ്പെട്ടു. സാബത്ത് ആചരിക്കുന്നത് നിരോധിക്കപ്പെട്ടു. പരിച്ഛേദനം നടത്തുന്നത് നിരോധിക്കപ്പെട്ടു. വിശുദ്ധ ഗ്രന്ഥമായ തോറ കയ്യിൽ സൂക്ഷിക്കുന്നത് വിലക്കപ്പെട്ടു. യഹൂദരുടെ ഉത്സവങ്ങളും ബലികളും നിഷിദ്ധമാക്കി. യഹൂദരുടെ ഭക്ഷണ നിയമങ്ങൾ, കോഷർ എന്നറിയപ്പെടുന്ന ഭക്ഷണ നിയമങ്ങളിൽ പോലും രാജാവും സൈന്യവും കൈകടത്തി. ദേവാലയം അശുദ്ധമാക്കുന്നതിൻ്റെ ഭാഗമായി, വിശുദ്ധമായതെല്ലാം അശുദ്ധമാക്കുന്നതിൻ്റെ ഭാഗമായി ദേവാലയത്തിനുള്ളിൽ ദൈവമായ കർത്താവിന് വേണ്ടി സമർപ്പിതമായ പവിത്രമായ ദേവാലയത്തിനുള്ളിൽ ഗ്രീക്ക് വിജാതീയ ദേവനായ സേവൂസിനു വേണ്ടി ഒരു യാഗപീഠം, ഒരു ബലിപീഠം സ്ഥാപിച്ചു. ആ ബലിപീഠത്തിൽ വെച്ച് മ്ലേച്ഛകരമെന്ന് യഹൂദർ കരുതുന്ന പന്നികളെ ബലിയർപ്പിച്ചു. ദേവാലയം സേവൂസ് ഒളിമ്പിയൂസ് എന്ന ദേവന്, ഗ്രീക്ക് ദേവന് സമർപ്പിച്ചു. ദേവാലയത്തിനുള്ളിൽ സേവൂസിൻ്റെ ബലിപീഠം കൊണ്ട് സ്ഥാപിച്ച് അവിടെ പന്നികളെ ബലിയർപ്പിച്ച ഈ സംഭവത്തെയാണ് പിന്നീട് ഒരു പഴഞ്ചൊല്ലുപോലെ, ദുഃഖകരമായ ഒരു ഓർമ്മ പോലെ യഹൂദർ വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം നിൽക്കരുതാത്തിടത്ത് നിന്നത് എന്ന് മനസ്സിലാക്കുന്നത്. പുതിയ നിയമത്തിലും അതിനെക്കുറിച്ച് പരാമർശമുണ്ട്. വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം നിൽക്കരുതാത്തിടത്ത് നിൽക്കുന്നത് കാണുമ്പോൾ ഇത് വായിക്കുന്നവൻ മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്ന് സൂചിപ്പിക്കുന്ന മതമർദ്ദനത്തെക്കുറിച്ചുള്ള ആ പഴഞ്ചൊല്ല് കടന്നു വരുന്നത് ഈ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നാണ്. വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണമായിരുന്ന അന്ത്യോക്യസ് എപ്പിഫാനസ്, അയാളുടെ സൈന്യം, അയാളുടെ സൈന്യാധിപന്മാർ നിൽക്കരുതാത്തിടത്ത് ജെറുസലേം ദേവാലയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത് നിന്നത്, അവർ അവിടെ മ്ലേച്ഛകരമായ ബലിയർപ്പണങ്ങൾ നടത്തിയത്, വിശുദ്ധമായതിനെ അശുദ്ധമാക്കിയത്, ആ ചരിത്ര പശ്ചാത്തലത്തിലാണ് വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം നിൽക്കരുതാത്തിടത്ത് നിന്നു എന്ന ആ പഴഞ്ചൊല്ല് പോലെ ഉള്ള ചരിത്ര കുറിപ്പ് പോലും യഹൂദരുടെ ഇടയിൽ പ്രസിദ്ധമായത്. ചുരുക്കത്തിൽ വിശുദ്ധിയുമായി ബന്ധപ്പെട്ട യഹൂദരുടെ നിയമങ്ങളെല്ലാം തകിടം മറിക്കാനുള്ള ശ്രമമാണ് അന്ത്യോക്യസ് എപ്പിഫാനസ് നടത്തുന്നത്. കാരണം യഹൂദരെ വ്യതിരിക്തമായ അനന്യതയുള്ള ഒരു സമൂഹമാക്കി
മാറ്റിയിരുന്നത് അവരുടെ വിശുദ്ധിയെ സംബന്ധിച്ചിട്ടുള്ള നിയമങ്ങളാണ്. ഹോളിനെസ് കോഡ് എന്നറിയപ്പെടുന്ന, ലേവ്യരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഹോളിനെസ് കോഡ് എന്നറിയപ്പെടുന്ന വിശുദ്ധിയിൽ ജീവിക്കാനുള്ള നിയമസംഹിതയാണ് യഹൂദരുടെ ധാർമ്മികതയുടെയും മതാത്മകതയുടെയും ഒക്കെ അടിസ്ഥാനം. ഇതുതന്നെയാണ് അവരുടെ അതിജീവനത്തിൻ്റെ കരുത്തും. അതിനെ തകർക്കുക, അവരുടെ വിശുദ്ധിയെ തകർക്കുക, അവരുടെ ശുദ്ധതയെ തകർക്കുക, ഇതാണ് ഈ അന്ത്യോക്യസ് എപ്പിഫാനസ് എന്ന യവന രാജാവ് ശ്രമിക്കുന്നത്. നിയമങ്ങളും ആചാരങ്ങളും തകർക്കുക വഴി യഹൂദ ജനതയെ തന്നെ തകർക്കാനുള്ള വളരെ സംഘടിതമായ ഒരു ശ്രമമാണ് നടക്കുന്നത്. തുടർന്നു വരുന്ന വചനഭാഗത്ത് യൂദായുടെ മേൽ അത്യുഗ്രമായ മതമർദ്ദനങ്ങൾ നടക്കുന്നതിനെക്കുറിച്ച് നമ്മൾ കാണുന്നു. 1-ാം അധ്യായത്തിൻ്റെ 52 മുതൽ 64 വരെയുള്ള വചനഭാഗത്താണ് അത് നമ്മൾ കാണുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്കത് വിശദമായിട്ട് പരിശോധിക്കാം.